നിലമ്പൂർ മുൻ MLA PV അൻവർ ഇന്ന് മാധ്യമങ്ങളെ കാണും. നിർണായക വാർത്താ സമ്മേളനം രാവിലെ 9 മണിക്കാണ്. ആര്യടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയെന്ന് അൻവർ ആവർത്തിച്ചിരുന്നു. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞ അൻവർ താൻ അസന്തുഷ്ടനല്ല എന്നും പറഞ്ഞിരുന്നു. UDF സ്ഥാനാർത്ഥി CPM-മായി ചർച്ച നടത്തിയെന്ന് അൻവർ ആവർത്തിക്കുമ്പോൾ അൻവറിനെ മുന്നണിയിലെടുക്കാൻ UDF തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, നിലമ്പൂരിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ PV അൻവർ ഇന്നിപ്പോൾ 9 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ച് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. കാരണം നമുക്കറിയാം, ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഈ വലിയ രീതിയിലുള്ള വിമർശനമാണ് അൻവർ ഉന്നയിച്ചത്. പ്രധാനമായിട്ടും അൻവർ ഈ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട ഷൗക്കത്ത് ഇടതുപക്ഷവുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല ഫേസ്ബുക്കിലോ മറ്റോ ഒന്നും ഇടതുപക്ഷത്തെ വിമർശിക്കാത്ത ഒരു വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് മണ്ഡലത്തിനെ കുറിച്ചൊന്നും യാതൊന്നും അറിയില്ല തുടങ്ങിയ തരത്തിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ ആര്യാടൻ ഷൗക്കത്തിന് നേരെ ഈ PV അൻവർ ഉന്നയിച്ചത്. പക്ഷേ അത്തരത്തിൽ UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെ നിരന്തരം മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അൻവറിനെ തള്ളിപ്പറയാൻ ഒരിടത്തും കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണെന്നുള്ളതാണ്. കാരണം പ്രധാനമായിട്ടും ഇന്നലെ വൈകിട്ടും മാധ്യമങ്ങളെ കണ്ട സമയത്ത് അൻവർ ഈ കോൺഗ്രസ് ഇത്തരത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ മോശമായി പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് പോലും അൻവർ അതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇന്നലെ അത്രയും പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ നിരന്തരം മോശമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ പോലും UDF നേതാക്കൾ, അതിപ്പോൾ പ്രതിപക്ഷ നേതാവായ VD സതീശൻ, UDF ചെയർമാൻ കൂടെയായ VD സതീശനാണെങ്കിലും അതല്ലെങ്കിൽ ഈ KPCC അധ്യക്ഷനാണെങ്കിലും ഇവരാരും തന്നെ അൻവറിനെ ഒരിടത്തും തള്ളി പറഞ്ഞിട്ടില്ല. അൻവർ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹമാണ് പറയേണ്ടത്. UDF-നൊപ്പം പോകണമോ എന്നുള്ള കാര്യത്തിലൊക്കെ നിലപാട് പറയേണ്ടത് അൻവർ ആണ് എന്ന തരത്തിലായിരുന്നു ഇവരൊക്കെ പറഞ്ഞിരുന്നത്. ഏതായാലും അത്തരത്തിൽ ഇവരെല്ലാം പറയുന്ന സമയത്ത് ഇനി എന്താണ് അൻവർ ഈ വിഷയത്തിൽ പറയാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയേണ്ടതായിട്ട് ഉള്ളത്. ഏതായാലും 9 മണിക്കാണ് അൻവറിന്റെ വാർത്താ സമ്മേളനം ഉള്ളത്. ഒതായിലെ വീട്ടിൽ വെച്ചാണ് വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ UDF-നൊപ്പം പോവാൻ, അതായത് കഴിഞ്ഞ ദിവസം ആകപ്പാടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ഒരിടത്ത് പയറ്റുന്നു. കുഞ്ഞാലിക്കുട്ടിയെ നേരിൽ പോയി കാണുന്ന ഒരു മീഡിയേറ്ററായിട്ട് കുഞ്ഞാലിക്കുട്ടിയെ അല്ലെങ്കിൽ ലീഗിനെ ഉപയോഗിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്ത അൻവർ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രമൊക്കെ പയറ്റി അതിൽ ഏതെങ്കിലും ഫലം കണ്ടിട്ടുണ്ടോ? UDF-ന്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് അൻവർ ഉദ്ദേശിക്കുന്നത് അൻവറിന് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് എന്നുള്ളത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ മുന്നണിയിൽ പ്രവേശനം എന്നുള്ളത് തന്നെയായിരിക്കും. ആ മുന്നണി പ്രവേശനത്തിനും ഒരു സീറ്റിനും ഒക്കെ UDF വഴങ്ങിയിട്ടുണ്ടോ? ഈ അൻവറിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഈ അൻവറിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊക്കെ UDF വഴങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഏതായാലും 9 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്. അതിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭിക്കും എന്നുള്ളതാണ്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ഗതികേടിൽ തന്നെയാണ് ഈ നിലമ്പൂരിൽ ഉള്ളത് എന്നുള്ളതാണ്. കാരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട UDF വലിയ രീതിയിൽ തങ്ങൾ ഇത്തവണ വിജയിക്കും, തങ്ങൾക്ക് മികച്ച സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ വലിയ വായിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ അൻവറിനെ കീഴ്പ്പെട്ടു പോവേണ്ട ഒരു സാഹചര്യം UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അൻവറിനെ പാടെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ചൊക്കെ നിരന്തരം അപവാദ പ്രചരണങ്ങൾ, അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടും വളരെ മോശമായ രീതിയിൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടും ഒന്നും തന്നെ UDF ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതുമുണ്ട്. ഏതായാലും അൻവർ എന്താണ് ഇനി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. ഓക്കെ, തീർച്ചയായും അൻവറിന്റെ വാക്കുകൾക്കായാണ് കാത്തിരിക്കുന്നത്. അത് UDF ക്യാമ്പും അതിനുവേണ്ടി കാത്തിരിക്കുക തന്നെയാണ്.